ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാത്തൊരു അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. പ്രവചനം 43 അധ്യായം 13 വാക്യം. ഇന്നും ഞാൻ അനന്യൻ തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, അനന്യൻ തന്നെ. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ആ രണ്ട് ഭാഗവും മാറ്റിത്തരാം. അടുത്തത്, ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും. ആരത് തടുക്കും? ഞാൻ എന്ന് പറഞ്ഞ ആരാ? ദൈവം, യേശു പ്രവർത്തിക്കും. ആരത്? പ്രസംഗകൻ പ്രവർത്തിക്കുമെന്നല്ല, ഞാൻ പ്രവർത്തിക്കും. ആരതിനെ തടുക്കും? 1 യോഹന്നാന്റെ പുസ്തകം 3 അധ്യായം 8 വാക്യം കൂടെ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. ആദ്യം മുതൽ പാപം ചെയ്യുന്നല്ലോ. അപ്പം ദൈവവും പ്രവർത്തിക്കുന്നുണ്ട്, ആരും പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില പറയത്തില്ലയോ, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ 8 മണിക്ക് മറ്റേ പുള്ളി പ്രവർത്തിച്ചു. ദൈവകൊണ്ട ദൈവം പ്രവർത്തിക്കുന്നതും സാത്താൻ പ്രവർത്തിക്കുന്നതും കണ്ടാ അറിയാം. അറിയാവുന്നവരുണ്ട് എന്ന് കൈവക്കിക്കേ. നന്നായിട്ട് നോക്കി പിടിച്ചേ. അറിയാം, അതൊരു കൃപയാ കേട്ടോ. നല്ല ഭാര്യയാന്നേലും ചില സമയത്ത് സാത്താൻ കയറി. അച്ചായൻ നല്ല അച്ചായനാന്നേലും റൈറ്റ് റവറൻഡ് ഒക്കെ ആന്നേലും ഇടയ്ക്ക് കുഞ്ഞപ്പൻ കയറി ഒന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താൻ പ്രവർത്തിക്കാൻ തുടങ്ങിയ വീടിന്റെ അന്തരീക്ഷം തന്നെ വല്ലാതായി പോകും. PG പറഞ്ഞാൽ അവനെ ഇങ്ങനെ പിടിച്ച് ചുരുട്ടിട്ട് കോഞ്ചി കൊണ്ട് ഒറ്റ തട്ടു കൊടുക്കണം. അത് പുള്ളിക്കൊക്കെ തൊഴിൽ. ഞാനും പറഞ്ഞാൽ ശരിയാകത്തില്ല. ഹല്ലേലൂയ. പുള്ളി പറഞ്ഞാൽ അതിനെ ഇങ്ങനെ പിടിച്ച് ചുരുട്ടിയിട്ട് ബോൾ പോലെ ആക്കിയിട്ട് ഒറ്റ തട്ടു കൊടുക്കണം. 7 ജില്ലക്ക് അപ്പുറത്ത് പോകണം. ഹല്ലേലൂയ പറഞ്ഞാൽ ഇവിടെ ബൈബിൾ പറഞ്ഞ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൂതിലേക്ക് വരിക. ദൈവം പ്രവർത്തിക്കാൻ റെഡിയാ. ഏത് കാര്യത്തിൽ? നിന്റെ കാര്യത്തിലല്ല, എന്റെ കാര്യത്തിൽ. എന്താ ഒരു ധൈര്യമില്ലാത്ത? ആരുടെ കാര്യത്തിലാ? ആരുടെ കാര്യത്തിലാ? ഓഹോ, എന്റെ കാര്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കണ്ടൊരു അത്ഭുതമുണ്ട്. 8ാം ക്ലാസ്സിൽ വെച്ച ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയ ഒരു ആന്റി, 48 വയസ്സുണ്ട്, 34 കൊല്ലം കേൾവിയില്ലായിരുന്നു. ഒറ്റ യോഗം വെച്ചു, ദൈവം പ്രവർത്തിക്കാൻ ഇറങ്ങി, കെട്ടുപൊട്ടി ചെവി തുറന്നു. ഒരു ഹല്ലേലൂയ പറയണം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ തടുക്കുന്നവൻ അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. ഇത് സാത്താൻ പ്രവർത്തിക്കുന്ന പകലല്ല, ഇത് ദൈവം പ്രവർത്തിക്കുന്ന പകല. ഈ നിങ്ങൾ സത്യനോട് ചില സംഭവങ്ങളെ നമ്മൾ പുറകോട്ട് വിലയിരുത്തി വെച്ച് പറയും, ആ ഒരു ദിവസം എന്തൊരു സാത്താന്റെ പ്രവൃത്തിയായിരുന്നു. ചില പറയത്തില്ലേ? പറയുവന്നേ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടാത്തൊരു ഭർത്താവാന്നെ 1000 വട്ടം പറയും. രക്ഷിക്കപ്പെടാത്തൊരു ഭാര്യയാന്നെ 10,000 വട്ടം പറയും. എന്താ കാര്യം? അതൊരു ഭയങ്കര പൈശാചിക അന്തരീക്ഷമാണ്. ഞാൻ ദൂതിലേക്ക് വരാം. ഇവിടെ പ്രവാചകൻ പ്രവചിക്കാൻ, ഞാൻ പ്രവർത്തിക്കും. ആർക്കതിനെ തടുക്കാൻ കഴിയും? ശ്രദ്ധിക്കണം. ഒരിക്കലും തടുക്കുന്നവൻ മാറത്തില്ലെന്ന് പറഞ്ഞെടുത്ത കർത്താവിന് പ്രവർത്തിക്കാൻ ഇഷ്ടം. ആമേൻ. ദൈവത്തിന് ഒരിക്കലും ഇഷ്ടം എപ്പോഴാണെന്നറിയോ? അപ്പൊ ആർക്കും പ്രവർത്തിക്കാൻ വയ്യാന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. അപ്പൊ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ അകത്തുണ്ടാകേണ്ട ഒരു
കാര്യം വായിച്ചോണ്ട് നമുക്ക് വാക്യം തുടങ്ങാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 5 verse 18. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷവാതം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. കിടക്കയോടെ എടുത്തോണ്ട് വന്നു. ഒരു ഹല്ലേലൂയ പറയണം. കട്ടിലെ കിടന്നവൻ പറഞ്ഞോ എന്നെ ഒന്ന് കൊണ്ടുപോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകണം പറഞ്ഞോ? അല്ല, അവന്റെ സമ്മതമില്ലാതെ 4 പേര് അവരെ എടുത്തോണ്ട് വരിക. ഈ 4 പേർക്ക് ഒരു ബോധ്യമുണ്ട്, ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ദൈവം ഈ വിഷയത്തിൽ പ്രവർത്തിക്കും. ഒരു ഹല്ലേലൂയ പറയണം. നീ എടുത്തോണ്ട് വരാൻ തയ്യാറാണെങ്കിൽ തിരിച്ച് തുള്ളിച്ചടിച്ച് വിടാൻ കർത്താവ് തയ്യാറാ. ഒരു ഹല്ലേലൂയ പറയണം. പരിശുദ്ധാത്മാവ് ഞാൻ പ്രവചനം പോലെ പറയാം, ഇന്ന് നീ ഭാരപ്പെട്ടെടുത്തോണ്ട് വന്ന ചിലത് ഇന്ന് വിടുതലോടെ തിരിച്ചു പോകും. കാരണം യേശു പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുകയാ. യേശു ഭൂമിയിൽ വന്നത് മാനസാന്തര പ്രസംഗത്തിന് മാത്രമല്ല, അത് വന്നതിന്റെ ഒരു ലക്ഷ്യമാ. യേശു വന്നത് ക്രൂശിൽ മരിക്കാൻ മാത്രമല്ല, അത് വന്നതിന്റെ ഒരു ലക്ഷ്യമാ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഇതും ഒരു ലക്ഷ്യമാണ്. എനിക്ക് ചിലടത്തൊക്കെ പ്രവർത്തിക്കണം. ഒരു ഹല്ലേലൂയ പറയണം. ജനിച്ചപ്പോൾ മുതൽ കട്ടിലെന്ന് പൊങ്ങത്തിൽ നിന്ന് വിധി പറഞ്ഞ ഇവന്റെ ചരിത്രം മാറ്റാൻ യേശു പ്രവർത്തിക്കാൻ റെഡിയായി വരികയാ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കേ, കട്ടിലെ കിടക്കുന്ന ഇവനോട് നിങ്ങൾ ചോദിച്ചേ, എഴുന്നേക്കുമെന്ന് വല്ല ചിന്തയുണ്ടോ? അവൻ പറഞ്ഞു ഒരു ചിന്തയില്ല. കാര്യം ജനിച്ച പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് യേശു പറയാ, ഞാൻ പ്രവർത്തിക്കാൻ ഇറങ്ങാവടാ. നിന്റെ ചരിത്രത്തെ ഞാൻ എടുത്തു മാറ്റാമടാ. നിന്നെ എടുത്തോണ്ട് പോയി വെക്കാങ്ക് തിരിച്ചു നിന്നെ നടത്തി വരുത്താമടാ. ഒരു കാര്യം പ്രവർത്തിക്കാൻ യേശു തയ്യാറാ. ഓ ജീസസ്. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, നീണ്ട വർഷം കൊണ്ട് ചലനമറ്റ് കിടക്കുന്ന ചില വിഷയത്തെ തടുക്കുന്ന കയ്യെ പൊട്ടിച്ചുകൊണ്ട് എന്റെ ദൈവം എഴുന്നേക്കാൻ പോവാ. 68 സങ്കീർത്തനം 1-ാം വാക്യം, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു, തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ചിലതൊക്കെ ഇന്ന് പകൽ ഉരുകി മാറും. ഇരിക്കുന്നവൻ അന്തരാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങുക. നിന്റെ ഫോണിൽ വരുന്ന ആദ്യത്തെ മെസ്സേജ് ദൈവം പ്രവർത്തിച്ച മെസ്സേജ് ആയിരിക്കും. നിന്റെ ഇമെയിൽ വരുന്ന ഫസ്റ്റ് ഇമെയിൽ ദൈവം പ്രവർത്തിച്ച ഇമെയിൽ ആയിരിക്കും. നാളെ പ്രഭാതം നീ കാണാൻ പോകുന്നത് ദൈവപ്രവർത്തിയോടായിരിക്കും. ഇതുവരെ കണ്ടോ? ഓ, എനിക്കറിയാം കർത്താവ് പ്രവർത്തിക്കാൻ ഇതിനകത്തിറങ്ങി നിൽക്കുകയാ. ഓ, നിന്റെ ലൈഫിൽ തടുക്കുന്നതല്ല. ഓ റബ്ബല ഹംദൽ, നിന്റെ വീട്ടിൽ നന്മ വെളിപ്പെടാത്തത് നിന്റെ പാപം കൊണ്ടല്ല, അതിനെ തടുത്തിയ ഒരു കൈയുണ്ട്. അത് ഇന്ന് മകൻ പൊട്ടു. ഓ, രക്തത്താൽ ക്ഷയം. പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു, ചില വീടുകൾക്കകത്തേക്ക് നന്മ ഒഴുകി കയറാൻ ഒത്തിരി വർഷം കൊണ്ട് പ്രാർത്ഥിക്കുക. നന്മ വാതുക്കെ വരും, വഴിമാറിപ്പോകും. ഇന്ന് ചരിത്രം തിരുത്താൻ പോവുക. നിന്റെ വാതുക്കലോട്ട് നന്മ കയറ്റാത്ത ആ നുകവി നൊടയും. യേശുവിന്റെ നാമത്തില് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നിന്റെ വീട്ടിലോട്ട് നന്മ ഒഴുകി കയറാൻ പോവുക. യേശുവിന്റെ നാമത്തില് ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും. കഴിഞ്ഞ ആഴ്ച നീ ആരാധിച്ചോ യേശു മിണ്ടാതിരുന്നു. പക്ഷെ ഈ ആഴ്ച മിണ്ടാതിരിക്കുന്ന ദിവസമല്ല. ഈ ആഴ്ച ഗർജിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം നിനക്ക് വേണ്ടി കൂടെ എഴുന്നേൽക്കും. ഓ, ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു തീ പാസ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, രക്തം ജയം. ഇനിയും തടുക്കാനുള്ള ലാസ്റ്റ് ടൈം അത്. ഇനിയും അവന് നിൽക്കാൻ ഒക്കത്തില്ല. കാരണം ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്നു. ക്യാൻസറിനോട് പറ, ദൈവം പ്രവർത്തിക്കാൻ പോകുക. കിഡ്നിയോട് പറ, ദൈവം പ്രവർത്തിക്കാൻ പോകുക. വാൽവിനോട് പറ, ദൈവം പ്രവർത്തിക്കാൻ പോകുക. യേശു പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവം പ്രവർത്തിക്കും, 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 പ്രവർത്തിക്കും. വർഷങ്ങൾ കൊണ്ട് നിന്റെ സന്തതിയുടെ ഭാവിയെ തടുത്തുവെച്ച്, നിന്റെ കുടുംബജീവിതത്തെ തടുത്തുവെച്ച്, നിന്റെ വീടിന്റെ ഉയർച്ചയെ തടുത്തുവെച്ച് ഒരു വലിയ കടക്കാരനാക്കി കടക്കളിക്കകത്ത് ബന്ധിച്ച നിന്നോടാ ദൂത്, ഞാൻ പ്രവർത്തിക്കും. 4 പേര് എടുത്തോണ്ട് വരിക. എടുത്തോണ്ട് പോകുന്ന ഒരുത്തൻ പുറകെ നിൽക്കുന്നവൻ, ഞാൻ അവനെ കാണുക. പുറകെ നിൽക്കുന്ന മുമ്പ് നിൽക്കുന്നവനോട് പറയുക, എടാ ഇന്ന് അങ്ങോട്ട് ചെല്ലുമ്പം ഈ കാട്ടിലെ കിടക്കുന്നവൻ ചാടി എഴുന്നേക്കും. അപ്പൊ കട്ടിലെ കിടക്കുന്ന തല വിളിക്കാം, കാണാം. നീ കുലിക്കാനും ദൈവത്തിന് ശരി എടുത്തോണ്ട് വന്നതിന് വിശ്വാസമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. നാട്ടുകാരന്റെ വിടുവിന് നാട്ടുകാരന്റെ സമ്മതം വേണ്ട, നിന്റെ സമ്മതം മതി.
വിശ്വാസമുണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരുത്തൻ മറ്റേ മുമ്പ് നിൽക്കുന്നവരോട് പറയാ, ഇന്ന് നമ്മളങ്ങോട്ട് ചെല്ലുമ്പം യേശു ഇവനെ നോക്കും, അവൻ ചാടി എഴുന്നേക്കും. ഇത് തമ്മി പറഞ്ഞുകൊണ്ട് പോവാ. അല്ലാതെ ഇന്ന് എന്തോ ആകുവാ, അങ്ങനല്ല. അങ്ങനെ വന്നാൽ ഒരു ഗുണവുമില്ല. വരുന്ന വഴിക്ക് പറഞ്ഞോട് വരുവാ. മുമ്പിൽ നിൽക്കുന്നതും പുറകെ നിൽക്കുന്നതും മുമ്പോട്ട് പറയാം. മുമ്പിൽ നിൽക്കുമ്പോൾ പറയാ, എടാ ഞാനാ മുമ്പിൽ. ഇവൻ എഴുന്നേറ്റ് വരുമ്പം ആദ്യം ഇവന് ഷെയ്ക്കാൻ കൊടുക്കുന്നത് ഞാനായിരിക്കും. പുറകെ നിൽക്കുന്ന പോടാവിടുന്ന് ഞാനാ. ഹല്ലേലൂയ. മത്സരം അങ്ങനെയൊക്കെ വേണം. ഒരു രോഗിയെ കൊണ്ടുവന്നാൽ സ്തോത്രം, അടുത്ത മരുന്ന് വാങ്ങിക്കാനുള്ള പിരിവിനല്ല കൊണ്ടുവരണ്ടേ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ ഒരാൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കുകയും വേണം, സഭയായിട്ട് പിരിവെടുത്ത് കൊടുക്കുകയും വേണം. ഒരു ഗ്ലോറി പറഞ്ഞാട്ടെ. ഒന്നീ പിരിവെടുക്കണം, അല്ലെ പ്രാർത്ഥിക്കണം. രണ്ടും കൂടെ ചെയ്യരുത്. ചിലർ പറയും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, സ്കാനിങ്ങിനുള്ള പൈസ കിട്ടാനും പ്രാർത്ഥിക്കണം. അങ്ങനല്ല. സ്തോത്രം. ഒന്നേ ചെയ്യാവൂ. ഞാൻ ദൂതിലേക്ക് വരിക. 4 പേര് ഒരുത്തനെ എടുത്തുകൊണ്ട് വരിക. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം വായിച്ചാൽ ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേറ്റതെല്ലാം ഒരു വ്യക്തികളെ എഴുന്നേപ്പിച്ചോണ്ടാണ്, രക്തത്താൽ. പഴയ നിയമത്തിലൂടെ തടിച്ച നാവുള്ള മോശയോട് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് വന്ന് നിൽക്കടാ, നിനക്കൊരു വടി ഞാൻ ജീവിപ്പിച്ചു തരാം, അതുമായി ഫറവോന്റെ കൊട്ടാരത്തിൽ പോണം, അത്ഭുതവും അടയാളവും കാണിച്ച് എന്റെ പ്രവൃത്തി വെളിപ്പെട്ട് 40 ലക്ഷത്തെ വിടുവിച്ചുകൊണ്ട് പോരണം. രക്തം ചെയ്യാം. ദൈവം ചിലരെ വരപ്രാപ്തരാക്കി മാറ്റുന്നത് അത് വീട്ടിലെ തലവേദന ഉപയോഗിക്കാനല്ല, അത് ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടിയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. എത്ര പേർക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപാവരം ആവശ്യമുണ്ട്? എന്ന് കൈപൊക്കി പിടിക്കുക. എനിക്ക് ദൈവത്തിൽ നിന്നുള്ള കൃപാവരം വേണം. എന്തിനാ? വീട്ടിൽ വെച്ചോണ്ടിരിക്കാനല്ല, അതുമായിട്ട് നാട്ടിലിറങ്ങണം. മോശയോട് ദൈവം ചോദിച്ചു, മോശ നിന്റെ കയ്യിലിരിക്കുന്ന, മോശ പറഞ്ഞു, കർത്താവ് ഒരു വടിയാ, താഴെ ഇടാന്ന് പറഞ്ഞു. ഇട്ടപ്പോ വടി പാമ്പായി. ഓടാൻ തുടങ്ങുമ്പോൾ വാലെ പിടിക്കാൻ പറഞ്ഞു. വാലെ പിടിച്ചപ്പം പാമ്പ് വടിയായി. പറഞ്ഞു, ഇത് മതി ഫറവോന്റെ കൊട്ടാരത്തെ വിറപ്പിക്കാൻ. ഞാനൊരു സത്യം നിന്നോട് പറയാം, ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്താൽ ആ അത്ഭുതത്തിന് മുമ്പ് ചിലരൊക്കെ വിറയ്ക്കും.